ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. റൈറ്റ് കോഡ് ഫോർ ഇനീഷ്യലൈസിങ് എ ക്യാരക്ടർ. ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. റൈറ്റ് കോഡ് ഫോർ ഇനീഷ്യലൈസിങ് എ ക്യാരക്ടർ അറേ വിത്ത് യുവർ നെയിം. സോ ഒരു ക്യാരക്ടർ അറേ ഉണ്ടാക്കണം. നമ്മളുടെ നെയിമിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അത്രയും സൈസ് വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ റീമാസ് എന്നുള്ള നെയിം നമ്മൾ ഡബിൾ കോഡ്സിലും കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ കോമ സെപ്പറേറ്റഡ് സിംഗിൾ കോഡ്സിലും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെമ്മറി ഇങ്ങനെയായിരിക്കും. അപ്പോൾ കെയർ CO5 നെയിം സ്റ്റോർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ക്യാരക്ടർ അരിതമാറ്റിക്സ് എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ ക്യാരക്ടറും അതിൻ്റെ ഇൻറ്റിജർ കോംബോയും, അതായത് ആസ്കി കോഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മൾ ആക്സസ് ചെയ്യാം, ഇതൊക്കെയാണ് ക്യാരക്ടർ അരിതമാറ്റിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആസ്കി കോഡ്സ് ഉണ്ട്. ക്യാപിറ്റൽ എക്ക് 65, സ്മാൾ ലെറ്റർ എ 97. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ ആക്സസ് ചെയ്യാം. ലാസ്റ്റ് വൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, +26 ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ക്യാപിറ്റലും സ്മാളും തമ്മിലുള്ള ഡിഫറൻസ് 32. ക്യാപിറ്റലിൻ്റെ കൂടെ 32 കൂട്ടിയാൽ സ്മാൾ കിട്ടും. സ്മാളിൻ്റെ കൂടെ 32 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ക്യാപിറ്റൽ കിട്ടും. ഓക്കെ, അപ്പോൾ 26 പ്ലസ് ചെയ്യുന്നത് എന്തിനാണ്, അതിൻ്റെ ലാസ്റ്റ് ഐറ്റം, ലെറ്റേഴ്സിൻ്റെ ലാസ്റ്റ് ഐറ്റം കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം 26 ആൽഫബറ്റ്സ് ആണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. പിന്നെ 0, 1 to 9 ഈ ഒരു ഡിജിറ്റുകളുടെ ആസ്കി കോഡ് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ 48 ഈസ് ദ ആസ്കി കോഡ് ഓഫ് 0 and 1 49. പിന്നെ തുടർച്ചയായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ എസ്കേപ്പിൻ്റെത് അറിഞ്ഞിരിക്കണം 26. അതറിയാതെ നമ്മൾ പ്രിൻ്റൊക്കെ ചെയ്തു പോയാലും മൊത്തത്തിൽ സ്റ്റക്കാവും. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂ യൂസ് ചെയ്യുന്നൊക്കെ ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻ്റെ I = 65. പ്രിൻ്റ് ഈ ഒരു I ഇൻറ്റിജറാണ്. %Dയിലാണ് സാധാരണ നമ്മളിതിനെ പ്രിൻ്റ് ചെയ്യുക. പക്ഷേ നമ്മളിവിടെ Cയിലും Dയിലും ഒരു ടാബ് സ്പേസിൻ്റെ അകലത്തിൽ ഒരു ഹൈഫണോട് കൂടി നമ്മൾ Iനെ പ്രിൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും, 65 എന്ന ഇൻറ്റിജറിനെ ക്യാരക്ടറായി പ്രിൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടർ ക്യാപിറ്റൽ A കിട്ടും. പിന്നെ ഒരു ടാബ് സ്പേസ് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് അതിൻ്റെ %D, അപ്പോൾ അത് ആ വാല്യൂ തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ആസ്കി ടേബിൾ ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആസ്കി കോഡ് എന്ന് പറയുന്നത് 7 ബിറ്റ് കോഡാണ്. 2⁻7 എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ 7 ബിറ്റ് കോഡിൽ 0 to 255 വരെയാണ് എന്തുള്ളത്, നമ്മളുടെ കോഡുകളുള്ളത്. അപ്പോൾ 0 മുതൽ 255 വരെ ലൂപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഇൻറ്റിജർ വാല്യൂവിനെ നമ്മൾ %Cയിലും %Dയിലും പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആസ്കി ടേബിൾ കിട്ടും. അതിൽ എസ്കേപ്പ് 26 ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറയാം, പ്രിൻ്റ് ചെയ്യേണ്ട. ഓക്കെ, ഇനി അടുത്തത് I = 97. അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു എക്സാമ്പിളൂടെ കാണിച്ചിരിക്കുകയാണ്. ഇനി ഒരു ക്യാരക്ടർ അറേ എങ്ങനെ നമ്മൾ പ്രിൻ്റ് ചെയ്യും, എങ്ങനെ നമ്മൾ റീഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ റീഡിങ് ടെർമിനേറ്റഡ് ബൈ പ്രസ്സിങ് എ പെർട്ടിക്കുലർ ക്യാരക്ടർ. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ആസ്റ്ററിക്സ് ആണ്, ഡോട്ടൊക്കെ എടുക്കാം. ഓക്കെ, ഒരു പ്രത്യേക ക്യാരക്ടർ വരെ എന്ത് നമ്മൾ ടൈപ്പ് ചെയ്താലും അതൊക്കെ ഒരു സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്ത് അതിനെ ലാസ്റ്റ് എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇത് ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡിംഗ് ആണ്, ഒറ്റയടിക്ക് റീഡ് ചെയ്യേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് %Cനെ നമ്മൾ ലൂപ്പിലിടും. ഒരുപാട് ക്യാരക്ടേഴ്സ് കൂടുമ്പോഴാണല്ലോ സ്ട്രിങ് ആവുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഐറ്റം ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ ടെർമിനേഷനും ആവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ആൾ ഒരു ക്യാരക്ടർ അറേ 10 സൈസിൽ ഡിക്ലെയർ ചെയ്യുന്നു. ലൂപ്പ് പോകാൻ വേണ്ടിയിട്ട് I = 0 വേണം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നു, എൻ്റർ എ
ക്യാരക്ടർ അറേ ടെർമിനേറ്റഡ് ബൈ സ്റ്റാർ. ദെൻ നമ്മൾ റീഡിങ് ക്യാരക്ടർ ബൈ ക്യാരക്ടറാണ് ഡു എന്നുള്ള വൈൽ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ, റീഡ് ചെയ്ത ആൾ അസ്റ്ററിക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ മാത്രം ലൂപ്പ് തുടരണം. അപ്പോൾ എന്തോ ഒന്ന് കിട്ടിയതിന് ശേഷമാണ് ചെക്ക് ചെയ്യുന്നത്. സോ എക്സിറ്റ് കൺട്രോൾ ലൂപ്പായ ഡു വൈലാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്നുകിൽ സ്കാൻഎഫ്, ഗെറ്റ് ക്യാർ, ഗെറ്റ് സി ഇതൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി പെർസെൻറ്റേജ് സി സ്കാൻഎഫ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ആംപർസെൻറ്റ് സി എച്ച് ഓഫ് ഐ ഈക്വൽ ടു 0 ആദ്യം കൊടുത്തിട്ടുണ്ട്. ഐ പ്ലസ് പ്ലസ് ദെൻ സി എച്ച് ഓഫ് ഐ മൈനസ് 1 നോട്ട് ഈക്വൽ ടു അസ്റ്ററിക്സ് സിംഗിൾ കോട്ടിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ റീഡ് ചെയ്തത്, ഇപ്പോൾ കറൻ്റിലി ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്താണ് നിൽക്കുന്നത്. നമ്മൾ റീഡ് ചെയ്തത് ഒന്ന് ബാക്കിലാണ്. സോ ആ റീഡ് ചെയ്ത ഐറ്റം അസ്റ്ററിക്സ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് സി എച്ച് ഓഫ് ഐ മൈനസ് 1 ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഐ മൈനസ് 1. അപ്പോൾ നേരത്തെ റീഡ് ചെയ്ത ആൾ അസ്റ്ററിക്സ് ആണോ, ആണെങ്കിൽ ഇപ്പോൾ ഇൻക്രിമെൻറ്റ് ചെയ്ത പൊസിഷനിലേക്കും കൂടെ വീണ്ടും അസ്റ്ററിക്സ് അല്ലെങ്കിൽ ഓക്കെ റീഡ് ചെയ്യുക. ഇനി അങ്ങനെ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ഇത് ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡിങ് ആയതുകൊണ്ട് തന്നെ നമ്മളായിട്ട് അരയിലേക്ക് ലാസ്റ്റ് എലമെൻ്റ് ആയിട്ട് /0 അസൈൻ ചെയ്യണം. അപ്പോൾ വീണ്ടും ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഐ പ്ലസ് പ്ലസ് ചെയ്തിട്ടാണല്ലോ വരുന്നത്. സോ ഐ മൈനസ് 1ലേക്കാണ് നമ്മൾ /0 എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലിസിറ്റായിട്ട് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി പിന്നെ ഒരു ലൂപ്പിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ പ്രിൻ്റ് ചെയ്യുകയാണ്. ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്തു, ഇനി വേണമെങ്കിൽ ഒറ്റയടിക്ക് പ്രിൻ്റ് ചെയ്യാം. പുട്ട് എസ് യൂസ് ചെയ്യാം, പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് എസ് യൂസ് ചെയ്യാം, അതൊക്കെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്നാലും ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡിങ് തന്നെയാണ് ഇവിടെ റൈറ്റിംഗ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. സോ നമ്മൾ ഏതുവരെ ചെയ്യും, നമ്മൾ /0 ആവുന്നത് വരെ ലൂപ്പ് പോവും. ആ സമയത്തൊക്കെ നമ്മൾ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ പ്രിൻ്റ് ചെയ്യുമ്പോൾ പ്രിൻ്റ് എഫും യൂസ് ചെയ്യുക, പെർസെൻറ്റേജ് സി വെച്ചിട്ട് പുട്ട് ക്യാരി യൂസ് ചെയ്യാം, പുട്ട് സി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ റീഡ് ആൻഡ് റൈറ്റ് ഓഫ് എ ക്യാരക്ടർ അറേ ഇവിടെ ആയി. ഇനി ആസ്കി ഇക്വാലൻ്റ് ഓഫ് ക്യാരക്ടർ ടേബിളാണ് ഇവിടെ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് വോയിഡ് മെയിൻ ഹാഷ് ഇൻക്ലൂഡ് stdio.h ഉണ്ട്, വോയിഡ് മെയിൻ ഇൻറ്റ് ഐ, ഈ ഇൻറ്റ് മതി നമുക്ക്. നമ്മളത് പെർസെൻറ്റേജ് സി ആയിട്ടും പെർസെൻറ്റേജ് ഡി ആയിട്ടും പ്രിൻ്റ് ചെയ്യും. നമ്മളൊരു ടൈറ്റിൽ കൊടുക്കുകയാണ് ആസ്കി കോഡ് ടേബിൾ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഫോർ ലൂപ്പിൻ്റെ മുമ്പ് ഒരു ഹെഡിങ് കൊടുക്കും ടേബിളിന്, അത് കൊടുത്തു. അതിനുശേഷം ഹെഡർ കൊടുക്കണം, കോളം ഹെഡേഴ്സ്, ഒന്നിൽ ക്യാരക്ടർ മറ്റതിൽ ആസ്കി കോഡ്. അപ്പോൾ അതിൻ്റെ അടുത്ത ലൈനിൽ /n ഡബിൾ /tകൾ, അപ്പോൾ അത്രയും ഗ്യാപ്പിലാണ് ആസ്കി കോഡ് വരിക. പിന്നെ അടുത്ത ലൈനിലേക്ക് മൂവ് ചെയ്യണം. പിന്നെ ഒരു ലൈന് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർ വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ലൈന് വരക്കാം. അതാണ് PF ട്രിപ്പിൾ സ്റ്റാർ /t /t ഓക്കെ. അപ്പോൾ അതിന് ശേഷം ഒരു ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. 0 മുതൽ 256 വരെ ഐ ലെസ് ദാൻ വെച്ചിട്ടുള്ള കണ്ടീഷനോട് കൂടി നമ്മൾ I++ എന്നുള്ള ലൂപ്പ് മൂവ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നു, പ്രിൻ്റ് ചെയ്യാൻ സമയത്ത് ഐയുടെ വാല്യൂ 26 ആണോ. 26 ആണെങ്കിൽ കണ്ടിന്യൂ, അല്ലാത്ത സമയത്തൊക്കെ പെർസെൻറ്റേജ് C /t പെർസെൻറ്റേജ് D I പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആസ്കി ടേബിൾ കിട്ടും. ഒരു ലൈബ്രറി ഫങ്ഷൻ